വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്കിൻ്റെ ഒരു 50 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി 50 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 50 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പ്രധാനപ്പെട്ടത് നോക്കി എഴുതിയെടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങളത് എടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ, എഴുതിയെടുത്ത് തന്നെ പഠിക്കണം, അല്ലാതെ നോക്കിയിരിക്കരുത്. അത് വൃത്തിയായിട്ട് 50 എണ്ണം എഴുതിയെടുത്ത് അന്നേരം തന്നെ അങ്ങ് പഠിക്കണം. കാരണം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം 50 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾ 25 എണ്ണവും പഠിച്ച് വെച്ചിരിക്കുമായിരിക്കും. കാരണം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകണം കേട്ടോ, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഇത് നല്ലതുപോലെ ഒരു 75% പഠിച്ച് വെച്ചിട്ട് പരീക്ഷയുടെ തലേന്ന് ഓടിച്ചിട്ട് ഒന്നുകൂടെ നോക്കുമ്പോൾ അങ്ങ് ഓക്കെ ആവും കേട്ടോ. പഠിച്ച് വെച്ചേക്കണം. ഇനി നമുക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ പരീക്ഷയ്ക്ക് നല്ലതുപോലെ. കാരണം ബേസിക് സയൻസിൻ്റെ ഞാൻ ഈ ഒരു ഓണപ്പരീക്ഷയ്ക്ക് മുമ്പുള്ള ഈ ഒരു ലിങ്ക് കൂടെ ഇടുന്നുള്ളൂ. കാരണം 4 ചാപ്റ്ററിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 ചാപ്റ്ററിൻ്റെയും ഫുൾ നോട്ട് ഇട്ടിട്ടുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ചേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് കേട്ടോ എന്നാ അറിഞ്ഞത്. അപ്പം അത്രയും വരെ ഞാൻ ഇതിനകത്തിൽ ബാക്കിയുണ്ട്. അപ്പം 50 ക്വസ്റ്റ്യൻ ആൻസറും വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. നമുക്ക് തുടങ്ങാം. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതാണേ പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ദ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം കുഞ്ഞുങ്ങളെ ക്വാഷിയോർക്കർ. അതായത് നമ്മുടെ വയറൊക്കെ വീർത്ത് ആളൊരു ഇച്ചിരിയെ കാണത്തുള്ളൂ. നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, പടം കണ്ടായിരുന്നോ? ആളൊരു ഇച്ചിരിയേ ഉള്ളൂ, പക്ഷേ വയർ ഒരുമാതിരി വീർത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെ എന്ത് പറയുന്നത്? ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഇനി 2, ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നതെന്ന് എന്തിൽ നിന്നാണെന്ന്? ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? എനർജി റിക്വയർഡ് ഫോർ ഹ്യൂമൻ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റൈൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. ഒരു 5 എണ്ണത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? നമുക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ടത് കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വിറ്റാമിൻസ്, ഫാറ്റ്സ്. ഓർമ്മയുണ്ടോ നിങ്ങളെ? ഉണ്ടോ? അതും ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരു 5 ആണോ 4 ആണോ? ഓക്കെ, നോക്കുക. രക്തത്തിലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ധാതു. വിച്ച് മിനറൽസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഓഫ് ബ്ലഡ്? ഇരുമ്പാണ് കേട്ടോ. അയൺ, IRON, അയൺ, ഇരുമ്പ് കേട്ടോ. വാട്ട് കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? വിറ്റാമിനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ. വിറ്റാമിൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നത് അല്ലേ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റാമിൻ ബി ബെർബറിയാണ്. വിറ്റാമിൻ സി സ്കർവിയാണ്. വിറ്റാമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതൊക്കെ നല്ലതുപോലെ ആ വിറ്റാമിൻസിൻ്റെ പാഠം പഠിക്കണം കേട്ടോ. അതായത് വാട്ട് കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എ ആണ് കേട്ടോ. വിറ്റാമിൻ എ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? നമ്മുടെ ശരീരത്ത് മുറിവുണ്ടാകത്തില്ലേ കുഞ്ഞുങ്ങളെ, അപ്പം പെട്ടെന്ന് രക്തം നിൽക്കത്തില്ലേ, അതിനെ കട്ട പിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിൽ ഏത് വിറ്റാമിൻ വേണം? വിറ്റാമിൻ കെ. എന്താ കുഞ്ഞുങ്ങളെ? വിച്ച് വിറ്റാമിൻസ് ഹെൽപ്പ് ഇൻ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് വെൻ ആൻ വൗണ്ട് ഒക്വയർ? വൗണ്ട് എന്ന് വെച്ചാൽ മുറിവെന്നാണ് കേട്ടോ. വൗണ്ട് ഒക്വയർ, നമ്മുടെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ കെ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് സ്കർവി? മുമ്പ് ഞാൻ പറഞ്ഞു സ്കർവി. വിറ്റാമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് നിശാന്തതയാണ്. വിറ്റാമിൻ ബി ബെർബറി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് കേട്ടോ. ആ ക്ലൂ അങ്ങ് പഠിച്ചത്. ബി ബെർബറി. സി സ്കർവി, നമ്മൾ ആ പറയുന്നതിൽ തന്നെ ഉണ്ട്, സി സ്കർവി കേട്ടോ. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? അതല്ലേ തിരിച്ചും ചോദിക്കാം. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവിയാണ് കേട്ടോ. ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം കുഞ്ഞുങ്ങളെ. അപ്പം അയഡിൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ്? ഏതിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് നടത്തുന്നത്? അയഡിൻ ടെസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാ കുഞ്ഞുങ്ങളെ? അന്നജം, സ്റ്റാർച്ച്, STARCH, സ്റ്റാർച്ച്, അന്നജം. 7 എണ്ണം ഓക്കെ ആണോ? 7 എണ്ണം നല്ലതുപോലെ ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നല്ലതുപോലെ എഴുതിയെടുക്കണം കേട്ടോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാ കുഞ്ഞുങ്ങളെ? നമ്മൾ ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകും, നമ്മുടെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകും എന്നൊക്കെ പറയത്തില്ലേ? വാട്ട് ഈസ് ദ റോൾ ഓഫ് വാട്ടർ ഇൻ
ഹ്യൂമൻ ബോഡി. എന്തിനാ? നമുക്ക് ദഹനം നടക്കണമെങ്കിൽ, നമ്മുടെ രക്തഓട്ടം നടക്കണേ, രക്തചംക്രമണം അല്ലേ, രക്തത്തിനോ അതായത് സർക്കുലേഷൻ, ഒരിടത്തു നിന്നും വേറൊരിടത്തോട്ട് രക്തം പോകണ്ടേ, അതുപോലെ തന്നെ വിസർജനം അല്ലേ, എക്സ്ക്രീഷൻ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ വെള്ളം നല്ലതുപോലെ കുടിക്കണം കേട്ടോ. വാട്ട് ഈസ് ദ നെസസറി ഫോർ ഡൈജഷൻ, ദഹനം, സർക്കുലേഷൻ, രക്തചംക്രമണം കേട്ടോ. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ വിസർജനം, എന്നിവയ്ക്കൊക്കെ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. ജലത്തിലും കൊഴുപ്പിലും ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. നമ്മുടെ ജലത്തിലും ഇത് എന്താ ലയിക്കുന്നവയാണ്, കൊഴുപ്പിലും ലയിക്കുന്നത് എന്താ? വിറ്റാമിൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഫാറ്റ്സ്. വാട്ടറിലും ഫാറ്റ്സിലും, ഫാറ്റ്സ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? കൊഴുപ്പെന്നാണ് അല്ലേ. എന്തൊക്കെയാണ്? വാട്ടർ സൊലൂബിൾ വിറ്റാമിൻ, വെള്ളത്തിൽ ലയിക്കുന്നതെന്ന് വെച്ചാൽ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. നമ്മൾ വിറ്റാമിൻ്റെ കുറവ് മൂലം നമുക്ക് എന്താ കണ്ണിൻ്റെ കാഴ്ചക്കുറവുണ്ടാകുന്നു, പിന്നെ അതുപോലെ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നു ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഗുളിക, വിറ്റാമിൻ സി ഗുളികയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ വെള്ളത്തിൽ, ചിലതെന്താ വായിലിട്ട് ചവച്ചിറക്കുന്ന ഗുളികയുണ്ട്, കാരണം ഉമിനീരുമായിട്ട് അത് ലയിച്ചങ്ങ് ഇറങ്ങിപ്പോകും അല്ലേ. പിന്നെ വെള്ളം കുടിച്ച് നമ്മൾ ഇറക്കുന്ന ഗുളികളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി കൊഴുപ്പിൽ ലയിക്കുന്നവയാവും നിങ്ങളെ വിറ്റാമിൻ എ, ഡി, ഇ, കെ, 4 കേട്ടോ. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, കൊഴുപ്പിൽ ലയിക്കുന്ന, ഫാറ്റ്സിൽ അലിയുന്നവ കേട്ടോ. ഇനി വിറ്റാമിൻ കെയുടെ ധർമ്മം എന്താണ്? നിങ്ങൾ ഈ വിറ്റാമിനെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചിരിക്കണം കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഒരു 5 വിറ്റാമിൻ എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതിൽ വിറ്റാമിൻ കെ ആണ് നിങ്ങളെ. വിറ്റാമിൻ കെയുടെ ഫംഗ്ഷൻ, അതിൻ്റെ ധർമ്മം എന്താ? വിറ്റാമിൻ കെ ഈ നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൗണ്ട് ഒക്കെ, നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആളാരാവും നിങ്ങളെ? വിറ്റാമിൻ കെ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ എന്താണ്? അയണിൻ്റെ അഭാവം, ചില കുഞ്ഞുങ്ങൾ എന്താണ് ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലെ എപ്പോഴും ഇരിക്കുന്നതാണ്. അപ്പോൾ എന്തോ പറ്റി, ഇന്ന് ചായ കുടിച്ചില്ലയോ, എന്ത് പറ്റി, എന്തോ ഒരു വിളർച്ച എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതൊരു രോഗമാവും കുഞ്ഞുങ്ങളെ. അനീമിയ എന്ന് പറയും കേട്ടോ. അനീമിയ അതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് കൊണ്ടാണ് കേട്ടോ. അയണിൻ്റെ അളവ് മൂലം, മീൻസ് വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഏതാ? ഏത് രോഗമാണ്? അനീമിയ. സ്പെല്ലിങ് നോക്കണേ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻസ് കോസസ് റിക്കറ്റ്സ് എന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി കേട്ടോ. കണ എന്നായിരുന്നു മലയാളത്തിൽ പറയുന്നത് കേട്ടോ. വിറ്റാമിൻ ഡി കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ് കേട്ടോ. റിക്കറ്റ്സിൻ്റെ മലയാളം എന്താവും നിങ്ങളെ? കണ രോഗം കേട്ടോ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഡാഷ്. കൊഴുപ്പ് വന്ന് നമ്മുടെ ശരീരത്തെ ഓരോ ഭാഗത്തും അടിഞ്ഞ്, ഈ നല്ല വണ്ണമുള്ളവരുടെ അടുത്തൊക്കെ പറയുന്നത് ശരീരം മൊത്തം കൊഴുപ്പാ എന്നൊക്കെ പറയത്തില്ലേ, അത് കൊളസ്ട്രോളാണ് കുഞ്ഞിട്ടോ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കുഞ്ഞുങ്ങളെ കൊളസ്ട്രോൾ. ഡാഷ് ഇസ് എ ഫോം ഓഫ് ഫാറ്റ്. കൊളസ്ട്രോൾ ആണ്. സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണേ. ഇനി പോഷകഘടകങ്ങൾ, മുമ്പ് നമ്മൾ പറയില്ല ഒരു 5 എണ്ണം ഉണ്ടെന്ന്. മേജർ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് നിങ്ങളെ? കാർബോഹൈഡ്രേറ്റ്സ് വൃത്തിയായിട്ട് പഠിക്കണേ. അതിനെക്കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, ഈ 5 എണ്ണത്തിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻസ് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ്? ഫാറ്റ്സ്, ഇതൊക്കെ അടങ്ങിയ ഫുഡുകളൊക്കെ പഠിക്കണം കേട്ടോ. നമ്മുടെ ലിങ്കിനകത്തിൽ ഇതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനകത്തിൽ കയറി നോക്കി കേട്ടോ. ഏത് പാഠത്തിലെയാണ്? ഇതൊക്കെ 1ാമത്തെ പാഠത്തിലെയാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ ആണോ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. കാന്തത്തിൻ്റെ ആകർഷണ ശേഷി കൂടുതലുള്ള ഭാഗം കാന്തം അല്ലേ? 2ാമത്തെ മാഗ്നറ്റ് ഏതാ കുഞ്ഞുങ്ങളെ? വിച്ച് പാർട്ട് ഓഫ് ദ മാഗ്നറ്റ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് അട്രാക്റ്റീവ് പവർ? എപ്പോഴും ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഏതാണ്? നമ്മൾ പഠിച്ചല്ലേ, അതിൻ്റെ അഗ്രങ്ങൾ, മീൻസ് അതിൻ്റെ എൻഡ് അല്ലേ, അതിൻ്റെ ആ 2 അറ്റത്തും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അറ്റത്ത് എൻഡ് അഗ്രങ്ങൾ കേട്ടോ. കാന്തത്തിൻ്റെ ആകർഷണ ശേഷി ഏറ്റവും കുറവുള്ളപ്പോൾ എവിടെ ആയിരിക്കും? അതിൻ്റെ നടുക്കായിരിക്കും അല്ലേ, മിഡിൽ ഭാഗത്ത്, മധ്യഭാഗത്തായിരിക്കും. നല്ലതുപോലെ മനസ്സിലാക്കി പോണേ. ഹൗ മെനി പോൾസ് ഡസ് എ മാഗ്നറ്റിക് ഹാവ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. പോൾസ് എന്ന് വെച്ചാൽ എന്താ? ധ്രുവങ്ങൾ അല്ലേ. ഒരു കാന്തത്തിന് എത്ര ധ്രുവങ്ങളുണ്ട്? നമ്മൾ 3 വട്ടം പഠിച്ചാൽ അല്ലേ. ഏതാ? നോർത്തും സൗത്തും 2 എണ്ണേ ഉള്ളൂ അല്ലേ. അത് എപ്പോഴും എങ്ങോട്ടായിരിക്കും അതിൻ്റെ ദിശ നിൽക്കുന്നതെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അടുത്ത് എന്താ കുഞ്ഞുങ്ങളെ? ഈ സ്കൾട്ടൺ എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥികൂടം എന്നാൽ എന്താണ്? ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ദ സ്കൾട്ടൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ്സ് എ സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി
ആൻഡ് പ്രൊട്ടക്ട് സർട്ടൻ ഇന്റേണൽ ഓർഗൻസ് അല്ലേ. ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം എന്ന് പറയുന്നത്. സ്കെൽട്ടൺ എന്നാൽ എന്താണ്? ദ സ്കെൽട്ടൺ ഈസ് ദ ഫ്രെയിം വർക്ക് ഓഫ് ബോൺസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് ഷേപ്പ് ടു ദ ബോഡി ആൻഡ് പ്രൊട്ടക്ട് സർട്ടൻ ഇന്റേണൽ ഓർഗൻസ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളെയാവും നിങ്ങൾ എന്ത് പറയുന്നത്? ആ അസ്ഥികൂടം എന്ന് പറയുന്നത്. ഹൗ മെനി ബോൺസ് ആർ ദെയർ ഇൻ ദ സ്കള്ള്? എത്ര കുഞ്ഞുങ്ങളെ? നമ്മുടെ തലയോട്ടിയിലെ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തലയോട്ടിക്കുള്ളിൽ, നമ്മുടെ തലയോട്ടിയില്ലേ സ്കള്ള്, അതിനകത്ത് എത്ര അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്? 22 കേട്ടോ, 22 ബോൺസ്. തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ തലയോടിനാൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? വിച്ച് ആർ ദ മേജർ ഓർഗൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ സ്കള്ള്? മസ്തിഷ്കം, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്. ബ്രെയിന്, ഐസ്, നോസ്, ഇയർ, ടങ്ക്, ഇതെല്ലാം നമ്മുടെ സ്കള്ളിനകത്ത് അല്ലേ, തലയോട്ടിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇല്ലയോ കുഞ്ഞുങ്ങളെ? അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കണേ. വിച്ച് ബോൺസ് പ്രൊട്ടക്റ്റ് ഹേർട്ട് ആൻഡ് ലങ്സ്? നമ്മുടെ ഹേർട്ട് എന്ന് വെച്ചാൽ ഹൃദയം അല്ലെ, ലങ്സ് എന്ന് വെച്ചാൽ ശ്വാസകോശം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതൊക്കെയാ? റിബ്സ് അല്ലേ. നമ്മുടെ പുസ്തകത്തിൽ ആ റിബ്സിന്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലയോ? വാരിയെല്ലുകളാണ് ആരെ രണ്ടുപേരെ സംരക്ഷിച്ച് വെച്ചേക്കുന്നത്? നമ്മുടെ ഹൃദയത്തിനെയും ലങ്സിനെയും ഒരു കുഴപ്പവും പറ്റാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് റിബ്സുകളാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? 21 ഓക്കെ ആണേ? വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്ത 22ാമത്തെ ചോദ്യം. എമംഗ് ദ ബോൺസ് ഇൻ ദ സ്കൾ വിച്ച് വൺ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെന്റ്? തലയോടിലെ അസ്ഥികളിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏതാണ്? അതൊക്കെ നമ്മൾ നല്ലപോലെ ആ പാഠം പഠിച്ചപ്പോൾ പഠിച്ചല്ലേ. നമ്മുടെ കീഴ്ത്താടിയല്ലേ അല്ലേ, ലോവർ ജോ ബോണ്. ആകെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴും അത് മാത്രമേ ഇരുന്ന് അനങ്ങുന്നുള്ളൂ അല്ലേ, ഇല്ലയോ നിങ്ങളെ? ബാക്കിയൊന്നും നമ്മൾ എത്ര വിചാരിച്ചാലും അനങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ലോവർ ജോ ബോണ്, നമ്മുടെ കീഴ്ത്താടിയല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം ഏതാണ്? നട്ടെല്ലാണ് കേട്ടോ. സുഷുമ്നാ നാഡി, സുഷുമ്ന എന്ന് വെച്ചാൽ എന്താണ്? സ്പൈനൽ കോഡ് അല്ലേ. വിച്ച് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് സ്പൈനൽ കോഡ് ഏതാ കുഞ്ഞുങ്ങളെ? വെർട്ടിബ്രൽ കോളം അല്ലേ. നമ്മുടെ നട്ടലിനകത്തൂടെ ഈ സാധനം പോയേക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ സംരക്ഷിച്ച് വെച്ചേക്കുക, ഒരു കുഴപ്പവും പറ്റാതെ സംരക്ഷിച്ച് വെച്ചേക്കുക. ആരാ? സ്പൈനൽ കോഡിനെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ആരാണ്? നട്ടെല്ലാണ് കേട്ടോ, വെർട്ടിബ്രൽ കോളം. വാട്ട് ഈസ് എ ജോയിന്റ്? എന്താ കുഞ്ഞുങ്ങളെ ഈ ജോയിന്റ് എന്ന് വെച്ചാൽ? അസ്ഥിസന്ധി അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ചോദിക്കും, ആദ്യത്തെ 3 പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോയിന്റുകളെ കുറിച്ച് 3ാമത്തെ പാഠം നമ്മളെല്ലാം അസ്ഥി സംബന്ധമായ കാര്യങ്ങളാണ് അല്ലേ, ഹോസ്പിറ്റൽ അല്ലേ, ആശുപത്രി കാര്യങ്ങളൊക്കെയാ. അപ്പൊ ജോയിന്റ് ഈസ് ദ പാർട്ട് വേർ ദ 2 or more ബോൺ മീറ്റ്. 2ഓ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ അസ്ഥിസന്ധി എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? അസ്ഥിസന്ധി അല്ലെങ്കിൽ ജോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഫ്രാക്ചർ എന്ന് വെച്ചാൽ? അസ്ഥിഭംഗം എന്നാൽ എന്താവും നിങ്ങളെ? അസ്ഥിഭംഗം, എ ഫ്രാക്ചർ ഈസ് ദ ബ്രേക്കിംഗ് ഓർ ക്രാക്കിംഗ് ഓഫ് എ ബോൺ അല്ലേ. നമ്മുടെ അസ്ഥിക്ക് സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പൊട്ടലിനും ഒടിവിലിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു അല്ലേ. നമ്മുടെ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനുമാണ് നമ്മൾ ഫ്രാക്ചർ അല്ലെങ്കിൽ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ജോയിന്റ്? ഈ ജോയിന്റിന്റെ ആവശ്യം എന്താ? ഈ അസ്ഥിസന്ധികളുടെ റോൾ എന്താ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ അസ്ഥി ഭംഗത്തെ കുറിച്ചല്ലേ, അസ്ഥി സന്ധികൾ അല്ലെ, ജോയിന്റുകളെ പലയിടത്തും നമ്മുടെ ശരീരത്ത് അവിടെ ഇവിടെ ഒരുപാട് ജോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യം എന്താ? ഇതുകൊണ്ട് എന്താ ആവശ്യമാണ്? അതുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പൊ കാര്യം പറയുന്നതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈതിരിക്കുന്ന എല്ലാം വി ആർ ഏബിൾ ടു മൂവ് അവർ ബോൺസ് ബിക്കോസ് വി ഹാവ് ജോയിന്റ്. അസ്ഥികൾ ചലിപ്പിക്കുന്നതിന് അസ്ഥിസന്ധികൾ ആവശ്യമാണ്. നമ്മുടെ അസ്ഥികൾ മൂവ് ചെയ്യുന്നതിന് അല്ലേ, അസ്ഥികൾ ചലിപ്പിക്കുന്നതിന് അസ്ഥിസന്ധികൾ ആവശ്യമാണ്. ഹൗ ആർ ഫ്രാക്ചർ ക്ലാസിഫൈഡ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. നമ്മളിപ്പോൾ ഫ്രാക്ചർ കുറേ പഠിച്ചായിരുന്നു അല്ലേ. അത് 3 പ്രധാനപ്പെട്ട ഫ്രാക്ചർ ഉണ്ട് അല്ലേ. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പെട്ടെന്നൊന്ന് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ നമ്മുടെ ചാനലുണ്ട്. സിമ്പിൾ ഫ്രാക്ചർ ഉണ്ട്, പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊലിപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പാച്ച് വർക്കുകളൊക്കെ വരുന്നത് അല്ലേ, അതിലെ ലഘുഭംഗം എന്ന് പറയുന്നു. അടുത്ത വിഷമഭംഗം
ലഘുഭംഗം, കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് വെച്ചാൽ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടാകില്ല അല്ലേ, കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇനി കോംപ്ലിക്കേറ്റഡ്, ഇനി അത് ഒടിഞ്ഞ് നമ്മുടെ എല്ലൊക്കെ ഒടിഞ്ഞ് വെളിയിലോട്ടൊക്കെ വരത്തില്ലേ, അത് സങ്കീർണ ഭംഗം എന്നാണ് അതിന് പറയുന്നത് അല്ലേ. അപ്പം സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ, ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം എന്നിങ്ങനെ 3 ഫ്രാക്ചറുകളുണ്ട് കേട്ടോ. അസ്ഥിഭംഗത്തെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നല്ലപോലെ എഴുതിയെടുക്കണം എൻ്റെ പൊന്നുമക്കളെ, വൃത്തിയായിട്ട്. ഇത് തന്നെ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം കേട്ടോ. കാരണം എല്ലാ പാഠത്തിനെക്കുറിച്ചും ബേസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തിലുണ്ട്. പിന്നെ അങ്ങ് ആന്തരികമായിട്ട് കാരണം ഇതിനെക്കുറിച്ചെല്ലാം വിശകലനം ചെയ്യുന്നതാണ് നമ്മുടെ ചാപ്റ്ററിനകത്തിലെ നോട്ടുകൾ കേട്ടോ. എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് വിഷയമാണോ, ഇനി ഇത് തന്നെയല്ല, മലയാളം കിടപ്പുണ്ട്, ഇംഗ്ലീഷ് കിടപ്പുണ്ട്, ഹിന്ദി കിടപ്പുണ്ട്, എല്ലാത്തിൻ്റെയും 3 ചാപ്റ്റർ വെച്ച് ഞാൻ എല്ലാത്തിൻ്റെ ഇട്ടിട്ടുണ്ടോ. നിങ്ങളെ മാത്സ് എനിക്കൊന്ന് 4 പാഠം കഴിഞ്ഞെന്നല്ലേ, എല്ലാ വിഷയത്തിൻ്റെയും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ചാനൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര നിങ്ങളെ? 206 എണ്ണമാണ് അല്ലേ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മൊത്തം അസ്ഥികളുടെ എണ്ണം എത്ര? 206. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, PSCക്ക് വരെ ചോദിക്കുന്ന ചോദ്യം അത്. ഡാഷ് ഈസ് ദ സ്മാളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ ഒന്ന് പറയാം? ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് കേട്ടോ. സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണേ. സ്റ്റേപ്പിസ്, STAPES, സ്റ്റേപ്പിസ് ആണ്. ഏത് ഭാഗമാണ് കുഞ്ഞുങ്ങളെ മനുഷ്യ ശരീരത്തെ നേരെ നിർത്താൻ സഹായിക്കുന്നത്? നമ്മളൊക്കെ നേരെ നിൽക്കുന്നല്ലോ, നട്ടല് നിവർത്തി നേരെ നിൽക്കുന്നല്ലോ. ഏത് ഭാഗം? ഏതാ? നട്ടല് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, വെർട്ടിബ്രൽ കോളം അല്ലേ. വിച്ച് ഈസ് ബോൺ ദാറ്റ് ഹെൽപ്പ് ദ ബോഡി ടു സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആൻഡ് മൂവ്. നമുക്ക് മനുഷ്യ ശരീരത്തെ നേരെ നിർത്താൻ നമ്മളെ സഹായിക്കുന്നത് നട്ടലാണ് കേട്ടോ. തലയോട്ടിയിൽ ചലിക്കുന്ന അസ്ഥി ഏതാ കുഞ്ഞുങ്ങളെ? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് സ്കള്ളിനകത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കും, ദ ലോവർ ജോ ആണ് കേട്ടോ. അന്നേരം എന്നെ ഓർക്കണം കേട്ടോ. തലയോട്ടിയിൽ ചലിക്കുന്ന അസ്ഥി ഏതാ കുഞ്ഞുങ്ങളെ? ദ ലോവർ ജോ ബോണാണ് കേട്ടോ, കീഴ്ത്താടിയല്ല. അസ്ഥികളെക്കുറിച്ചുള്ള പഠനത്തിന് കേട്ടോ, നമ്മളിപ്പോൾ കുറേ അസ്ഥികളെക്കുറിച്ച് പഠിച്ചു അല്ലേ. ഈ അസ്ഥികളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഡോക്ടർമാരില്ലേ, അവരെ പറയുന്ന പേരെന്താണെന്നറിയോ? ഓസ്റ്റിയോളജി എന്നാട്ടോ. അസ്ഥികളെക്കുറിച്ചൊക്കെ അസ്ഥി ഡോക്ടർമാരില്ലേ കുഞ്ഞുങ്ങളെ, അവരതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടല്ലേ നമ്മളെ ചികിത്സിക്കാൻ വരുന്നത് അല്ലേ. അസ്ഥികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് പറയുന്ന പേര് ഓസ്റ്റിയോളജി എന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാ? എപ്പോഴും എങ്ങോട്ട് വരും തിരിക്കുകയും പിരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സന്ധി ഏതാ കുഞ്ഞുങ്ങളെ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, വിച്ച് ഈസ് ദ ജോയിന്റ് വിത്ത് ദ മാക്സിമം ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കേട്ടോ. നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. 33 ഓക്കെ. 34 എന്താണ്? അടുത്ത പാഠത്തിൻ്റെ കേട്ടോ ഇത്. എന്ന് വെച്ചാൽ 4ാമത്തെ പാഠം നമ്മുടെ പൂക്കളെക്കുറിച്ചും കായകളെക്കുറിച്ചും ഒക്കെ ഫ്ലവറിനെ കുറിച്ചും ഒക്കെ പഠിക്കാനാണ് അല്ലേ. പൂഞ്ഞെട്ടിൻ്റെ ധർമ്മം എന്താ കുഞ്ഞുങ്ങളെ? ഒരു പൂവിൻ്റെ ഞെട്ടുണ്ടല്ലോ, പെഡിസൽ എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ. പെഡിസൽ, ഒരു പൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഞെട്ട് അല്ലേ, അതിൻ്റെ അടിഭാഗമില്ലേ, അതിന് ധർമ്മം എന്താ? പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അറ്റാച്ച് ദ ഫ്ലവർ ടു ദ സ്റ്റെം കേട്ടോ. അറ്റാച്ച് ദ ഫ്ലവർ ടു ദി സ്റ്റെം. പൂവിനെ അതിൻ്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ജോലി ആർക്കാണ്? പെഡിസലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3.5 ചാപ്റ്ററാണ് എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്കുള്ളതെന്നാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഞാൻ 3.5 ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ 3 ഉള്ളെങ്കിലും ഈ അര ചാപ്റ്റർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാം. ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. പൂവിൻ്റെ ഞെട്ടിൻ്റെ ധർമ്മം എന്താ? പൂവിൻ്റെ തണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ തലാമസ് എന്ന് പറയുന്ന അതിൻ്റെ വേറൊരു ആ പൂവിൻ്റെ, നിങ്ങൾ ആ ടെസ്റ്റ് തുറന്ന് നോക്കാമെങ്കിൽ പൂവിൻ്റെ കാണാം കേട്ടോ. തലാമസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളെ. അതിനെ മലയാളത്തിൽ പുഷ്പാസനം എന്നാണ് പറയുന്നത്. പുഷ്പാസനം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം. പൂവിനകത്ത് പല കാര്യങ്ങളുണ്ട്. നമ്മളൊരു പൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പൂവിനെ നോക്കിയേ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതെല്ലാം എവിടെയാണ് അത് വന്നിരിക്കുന്നത്? അതിൻ്റെ ഇരിപ്പിടത്തിന് പറയുന്ന പേരാണ് തലാമസ്. പ്രൊവൈഡ് ദ സീറ്റ് ഫോർ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ. നല്ലപോലെ എഴുതിയെടുക്കണേ കേട്ടോ. 35 എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 36ാമത്തെ ഒന്ന് നോക്കിയോ നിങ്ങളെ. ഫങ്ഷൻസ് ഓഫ് എ കാലിക്സ്. ഈ കാലിക്സ് ഒക്കെ കേൾക്കുമ്പോൾ ഇത് എന്തുവാ? നമ്മുടെ പൂവിനകത്തിലെ കാര്യങ്ങൾ കേട്ടോ. പൂവ് ഒന്നെടുത്ത് നിങ്ങൾ നോക്കണേ നിങ്ങളെ. 4ാമത്തെ പാഠത്തിനകത്തിലെ ചെമ്പരത്തി പൂവിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുമ്പോൾ വിതളം കേട്ടോ. കാലിക്സ് എന്ന് വെച്ചാൽ വിതളം. ഈ വിതളത്തിൻ്റെ ധർമ്മം എന്താണ്? ഫോംഡ് ഫോർ സെപ്പൽസ്. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പിന്നെയോ
ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് അല്ലേ, വിദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ഫോംഡ് സെപ്പൽസ് അല്ലേ. പിന്നെ പ്രൊട്ടക്ട് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റിനകത്തിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ധർമ്മങ്ങൾ മീൻസ് ഫംഗ്ഷൻ ഇതിനകത്ത് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഞാൻ എഴുതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കി ആ ബോക്സ് വൃത്തിയായിട്ട് അങ്ങ് പഠിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഇനി എന്തെങ്കിലും ഞാൻ എഴുതിയതിൽ വന്ന എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ജോലി കാലിക്സിനാണ് കേട്ടോ, വിദളത്തിന്. ഇനി എന്താണ് ഈ കൊറോണയല്ല കേട്ടോ, കൊറോള. ദളപുടം എന്നാണ് അതിൻ്റെ മലയാളം. കൊറോണയല്ലേ കുഞ്ഞുങ്ങളെ, കൊറോള, COROLLA, കൊറോള. ദളപുടം എന്നാണ് അതിൻ്റെ മലയാളം. അതിൻ്റെ ധർമ്മം എന്താ? അത് ഫോംഡ് ഓഫ് പെറ്റൽസ്. അതെന്ത് ചെയ്യുന്നു? ഫോംഡ് ഓഫ് പെറ്റൽസ്. ഗിവ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. നമ്മൾ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്ന ജോലി ആർക്കാ? ഈ കൊറോളയ്ക്കാ കേട്ടോ. നമ്മളൊരു പൂവിനെ നോക്കുമ്പോൾ എന്ത് നല്ല റോസാപ്പൂവാ, എന്ത് നല്ല ചെമ്പരത്തി പൂവാ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആരായ അത് നല്ലതാക്കുന്നത്? കൊറോളയുടെ ജോലിയാണ് അതിനെ നല്ല ഭംഗിയും ആകർഷണവും നൽകുന്നത്. ഓക്കെ ആണോ? ഈ പൂവിൻ്റെ ഏറ്റവും 2 പ്രധാനപ്പെട്ട ആളുകളാണ് ആൻഡ്രീസിയവും ഗൈനീസിയവും കേട്ടോ. ആൻഡ്രോസിയം എന്ന് പറഞ്ഞാലും ശരിയാ കേട്ടോ, ആൻഡ്രീസിയം എന്ന് പറയുന്നത്. കാരണം DROE. നിങ്ങൾ ആൻഡ്രോസിയം എന്ന് പഠിക്കുന്നതല്ലേ, കാരണം എന്താ പറയുക, അപ്പോൾ DRO എഴുതും. ഈ ആൻഡ്രീസിയം എന്ന് പറയുമ്പോൾ O അവിടെ അങ്ങ് കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആൻഡ്രോസിയം എന്ന് പഠിച്ചോ നിങ്ങളെ. കേസരപുടം നമ്മുടെ ഫോംഡ് ഓഫ് സ്റ്റേമൻസ് അല്ലേ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ്. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടാണ് പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ഈ ആൻഡ്രോസിയം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പൂവിൻ്റെ ആണാണോ പെണ്ണാണോ എന്നുള്ളതില്ലേ കുഞ്ഞുങ്ങളെ, അതിലെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് ആൻഡ്രോസിയം, കേസരപുടം. അങ്ങനെയാണെങ്കിൽ ഗൈനീസിയം ഉണ്ട് അല്ലേ, ഗൈനോസിയം എന്ന് പഠിച്ചോ. ഗൈനീസിയം അല്ല, ഗൈനോസിയം എന്ന് പഠിച്ചോ കുഞ്ഞുങ്ങളെ. ജനിപുടം. കേസരപുടവും ജനിപുടവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇത്രയേ ഉള്ളൂ. എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് ആൻഡ്രോസിയം, 1 മാർക്കിന് ചോദിക്കാം. പിന്നെ ഇതോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഏതാ? ജനിപുടം അല്ലേ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ കേട്ടോ, നല്ലതുപോലെ അത് അറിഞ്ഞിരിക്കണേ. ഗൈനോസിയം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് അല്ലേ, അതായത് പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ഈ ജനിപുടത്തിൽ ഒന്നിലധികമോ ജനികളും ഉണ്ടാകാം എന്നാണ് കേട്ടോ. വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ? ഏതൊക്കെയാണ് ഒരു പൂവിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ, അത് ചിലപ്പോൾ ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. ഏതൊക്കെയാണ് ഒരു പൂവിൻ്റെ പ്രത്യുൽപാദനം നടക്കുന്നത്? ഏതാ? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെങ്കിൽ അത് ആൻഡ്രോസിയവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെങ്കിൽ അത് ഗൈനോസിയം. ആൺ പ്രത്യുൽപാദന അവയവമാണെങ്കിൽ അത് കേസരപുടവും, പെൺ പ്രത്യുൽപാദന അവയവമാണെങ്കിൽ അത് ജനിപുടവുമാണ് കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഡാഷ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. ആൻഡ്രോസിയമാണ് കേട്ടോ. കേസരങ്ങൾ ചേർന്നാണ് കേസരപുടം. അതൊക്കെ നല്ലതുപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. 41 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ 50% പഠിച്ചു കഴിഞ്ഞു എന്നാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ ധർമ്മങ്ങളും ഇതൊക്കെ എന്തൊക്കെയാണ്, ഇപ്പോൾ ആ ജോയിൻറ്റുകളെ കുറിച്ചൊക്കെ, പിവോട്ട് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഇതൊക്കെ എന്തുവാ, ഇതിൻ്റെയൊക്കെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മുടെ ചാനലിൽ നല്ലപോലെ പറഞ്ഞ് നോട്ടും തന്നിട്ടുണ്ട് കേട്ടോ. നോട്ട് അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ അതങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. വിച്ച് ആർ ദ പാർട്ട് ഓഫ് എ സ്റ്റേമൻ? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നാവും നിങ്ങൾ ഈ കേസരം എന്ന് പറയുന്നത്? ആന്തറും ഫിലമെൻറ്റുമാണ് കേട്ടോ. തന്തുകം, പരാഗി എന്നൊക്കെയാണ് അതിൻ്റെ മലയാളം. ആന്തർ, ANTHER, ആന്തറും, ആൻഡ് ഫിലമെൻറ്റ് കേട്ടോ. ഫിലമെൻറ്റ്, തന്തുകം, പരാഗി. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടമെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. വേറെ ആണ് പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്. പരാഗരേണുക്കൾ കാണപ്പെടുന്നത് ഇവിടേക്കാവും നിങ്ങളെ. പോളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആന്തർ ചാമ്പേഴ്സ്. പരാഗിയിലെ ചാമ്പേഴ്സ് എന്ന് വെച്ചാൽ അറകൾ എന്നാണ് കേട്ടോ. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ കാണുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഒരു പൂവാവും നിങ്ങളെ നീലക്കുറിഞ്ഞിപ്പൂ കേട്ടോ. നീലക്കുറിഞ്ഞി ഓർമ്മയുണ്ടോ? കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് വാനില. കൃത്രിമം, ആർട്ടിഫിഷ്യൽ ആട്ടോ. ആർട്ടിഫിഷ്യലി പൊള്ളിനേറ്റഡ് നടക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാനില. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്? ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗം ഏതാണ്? നമ്മളെല്ലാത്തിലും കായ ഉണ്ടാവുമല്ലോ നിങ്ങളെ, ഇല്ലേ? ഏതൊക്കെയാ? നമ്മളിപ്പം ഓമയ്ക്കയായാലും പാവയ്ക്കയായാലും വെണ്ടയ്ക്കയായാലും ഏത് ക്യാക്കയായാലും ഇല്ലേ, എല്ലാത്തിലും ഒരു ക്യാക്കയായില്ലേ? പാവയ്ക്ക, വെണ്ടയ്ക്ക,
ഇല്ലയോ? ഏത് ക്യാ വന്നാലും എന്താ ആ ഫലങ്ങൾ ഉണ്ടാകുന്ന എല്ലാം അതിൻ്റെ പൂക്കളിൽ നിന്നാണ് അതിൻ്റെ എല്ലാം കായകൾ ഉണ്ടാകുന്നത് കേട്ടോ. ഫ്ലവർ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഫെമറാണ് കേട്ടോ. FEMUR. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഏറ്റവും ചെറുത് ഏതായിരുന്നു? സ്റ്റേപ്പിസ് ആയിരുന്നു. നേരത്തെ പറഞ്ഞാണ് ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ്, ഏറ്റവും വലുത് ഫെമറാണ്. FEMUR തുടയെല്ല്. അങ്ങനെയാണെങ്കിൽ എന്താവും നിങ്ങൾ ഈ കാർട്ടിലേജസ് എന്ന് വെച്ചാൽ? കാർട്ടിലേജസ് എന്ന് വെച്ചാൽ തുടയില്ലുകൾ എന്നാണ് കേട്ടോ. മീൻസ് അല്ല, തരുണാസ്ഥികൾ എന്നാണ് കേട്ടോ. കാർട്ടിലേജ് എന്ന് വെച്ചാൽ എന്താ? തരുണാസ്ഥികൾ അല്ലേ. കാർട്ടിലേജസ് ആർ എ ഫ്ലെക്സിബിൾ പാർട്ട് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദ ബോഡി ലൈക്ക് ബോൺസ്. വളരെയധികം പഴക്കമുള്ളതും മൃദുവായതുമായ അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ? വളരെയധികം വഴക്കമുള്ള, അല്ല മഴമഴമഴാന്നിരിക്കുന്ന വഴക്കമുള്ളതും മൃദുലവുമായ അസ്ഥികളെ നമ്മൾ തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. കാർട്ടിലേജ് നമ്മൾ കുറേ എണ്ണം പഠിച്ചായിരുന്നു. ഏതൊക്കെയാണെന്നറിയോ? ഫ്രാക്ചർ എന്താണ്, ജോയിൻ്റ് എന്താണ്, കാർട്ടിലേജ് എന്താണ്, വിറ്റാമിനുകളെ കുറിച്ച് പഠിക്കണം. ഏതൊക്കെ തരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. മാഗ്നറ്റുകളെ കുറിച്ച് പഠിച്ചു കേട്ടോ. മാഗ്നറ്റിൻ്റെ സൗത്ത് നോർത്ത് പോളി വരുന്നതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടാവും നിങ്ങളെ. രണ്ട് ഡിഫറൻറ്റ്. ഇപ്പോൾ സൗത്തും നോർത്തും വന്നെങ്കിൽ മാത്രമേ അവർ അട്രാക്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. സൗത്തും വന്നാൽ ഒരിക്കലും വരത്തില്ല, നോർത്തും വന്നാലും ഒരിക്കലും വരത്തില്ല. നമ്മുടെ ആ ചാനലൊന്ന് ഓടിച്ചിട്ടെങ്കിലും ഒന്ന് നോക്കണേ പരീക്ഷയ്ക്ക് മുമ്പ് കേട്ടോ. കാരണം എല്ലാത്തിനെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേർ ഡസ് റിബ് സിറ്റുവേറ്റഡ് ഇൻ ദ ബോഡി? മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ സ്ഥാനം എവിടെയാവും നിങ്ങളെ? മനുഷ്യ ശരീരത്തിൽ വാരിയലുകളുടെ സ്ഥാനം എവിടെയാ? റിബ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാവും നിങ്ങളെ? റിബ്സ് ആർ സിറ്റുവേറ്റഡ് ഓൺ ദ ബ്രസ്റ്റ് അല്ലേ. ബ്രസ്റ്റിലാണ്. ദ റിബ്സ് ആർ കണക്റ്റഡ് ടു ദ വെർട്ടിബ്രൽ കോളം അറ്റ് ദ ബാക്ക് ആൻഡ് ടു സ്റ്റേർണം ഇൻ ഫ്രണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ മാറിടത്തിലാണ് വാരിയലിൻ്റെ സ്ഥാനം അല്ലേ. നമ്മുടെ ചെസ്റ്റ്, നെഞ്ചത്തല്ലേ. ശരീരത്തിൽ മാറിടത്തിലാണ് വാരിയലിൻ്റെ സ്ഥാനം. ഈ വാരിയലുകളുടെ പിന്നിൽ നട്ടലിനോടും മുന്നിലും മാറലിനോടും ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലേ. ഈ വാരിയെല്ലുകൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ റിബ്സ് അല്ലേ, വാരിയെല്ലുകളുടെ പിന്നിൽ, പിന്നെ നട്ടെല്ലിനോടും മുന്നിൽ മാറലിനോടുമായിട്ട് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട്. പറക്കാൻ കഴിയാത്ത 50ാമത്തെ ചോദ്യമാണ്. പറക്കാൻ കഴിയാത്ത പക്ഷികൾ ഏതൊക്കെയാണ്? പെൻഗിന്, ഒട്ടകപ്പക്ഷി, കിവിയൊക്കെയാണ് അല്ലേ. ഇതൊക്കെയാ പെൻഗിനും ഒട്ടകപ്പക്ഷി. ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്താണ്? ഇതിനെ എടുത്തുകൊണ്ട് പറക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അതിൽ വേറെ കുറേ എക്സാമ്പിളുകളൊക്കെ നമ്മുടെ ആ പാഠഭാഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലെടുത്ത് ആ പാഠം ഒന്ന് വിശദീകരിച്ച് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇതേ നോക്കി ഞാൻ എത്ര സമയം എടുത്തെന്നറിയോ? ഇന്ന് രാവിലെ തൊട്ടിരുന്ന് ഞാൻ ഇന്ന് എഴുതുമോ നിങ്ങൾ? ഇത് ഞായറാഴ്ചയായിട്ട് രാവിലെ തൊട്ട് ഞാൻ മലയാളവും ഇംഗ്ലീഷും നോക്കി എത്ര പേപ്പറായിരുന്നു എടുത്തെഴുതിയെന്ന് നോക്കിയേ കേട്ടോ. 1 2 3 4 5 6 7 പേപ്പറല്ലേ. കാരണം ഒരു പുറം എഴുതി കഴിഞ്ഞാൽ അടുത്ത പുറം എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ പാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചാൽ. ഇതുപോലെ ഞാൻ എല്ലാ വിഷയത്തിനും ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എത്ര രൂപയുടെ ബണ്ടിൽ കണക്കിന് ഞാനിപ്പോൾ പേപ്പർ മേടിച്ച് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാവും ഞാനിതെല്ലാം മേടിച്ച് ചെയ്യുന്നത്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. എഴുതിയെടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്കപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ വൃത്തിയായിട്ട് ഇതിപ്പോൾ ഏതാ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് അല്ലേ. സോഷ്യൽ സയൻസിൻ്റെ 50 ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് തന്നത്. ഇത് ബേസിക് സയൻസ് ആവും. നിങ്ങളെ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണും. 3-4 ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടുണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഇനിയും വീണ്ടും കാണാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.